അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴക്കുളത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ആം ആദ്മി പാർട്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഐസക് പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജാമ്യം നൽകാതെ പോലീസിന്റെ ഒത്താശയോടെ ജയിലിലടച്ച് പീഡിപ്പിക്കുന്ന BJP സർക്കാരിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ആം ആദ്മി പാർട്ടി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴക്കുളം ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ആം ആദ്മി പാർട്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഐസക് പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. മതന്യൂനപക്ഷങ്ങളെ പരസ്യമായി ഉപദ്രവിച്ച് വർഗീയത പരത്തി വോട്ട് സമ്പാദിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ BJPക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കുമുള്ളൂ. ഏതെല്ലാം വിധത്തിൽ സമൂഹത്തിൽ മതശ്രദ്ധ വളർത്താൻ പറ്റുമെന്ന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആം ആദ്മി പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിബിൻ റാത്തപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോയേഴ്സ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് വാട്ടപ്പിള്ളി, സണ്ണി ജോർജ് കാനാട്ട്, സെക്രട്ടറി സലീം പറമ്പിൽ, സുശീൽ പൈങ്ങോട്ടൂർ, ജെയിംസ് മതേക്കൽ, സോണി ആരക്കുഴ, ദയസാഗർ സാജു, ജോർലി ജോസി, അന്നമ്മ മാവറ, ബേബി തെക്കേടം, KU വർഗീസ്, ഉണ്ണികൃഷ്ണൻ വേലായുധൻ, നിയോജക മണ്ഡലം ട്രഷറർ ജോസി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.